കടന്നുകയറ്റമാണ്. ഇപ്പോൾ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കെതിരായി അമിതാധികാരം നൽകിക്കൊണ്ടുള്ള പുതിയ നിയമം രണ്ട് പേരെ വെക്കണം എന്നുള്ളത് സഖാവ് പിണറായി സാർ പറഞ്ഞത് ഞാൻ എൻ്റെ കൈ കൊണ്ടത് വെക്കുന്നില്ല എന്നാണ്. എൻ്റെ കൈ കൊണ്ടത് ഞാൻ വെക്കുന്നില്ല, അതിന് ശക്തമായ നിലപാടുകൾ വരട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പിരിഞ്ഞു പോയത്. എന്നാൽ ഇപ്പം ഹൈക്കോടതിയിൽ ഇത് വന്നപ്പോൾ അവിടെ വാദിച്ചതെന്താ? കേരള സർക്കാരിൻ്റെ വക്കീലെന്താ വാദിച്ചത് ഷോൺ ജോർജിൻ്റെ ആ അന്യായം ശരിയാണ്, അതിനോട് കൂടെ ഞങ്ങൾ ഒത്തുചേരുന്നു എന്നാണ് പറഞ്ഞത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ രണ്ട് അമുസ്ലിങ്ങളെ വെക്കാത്ത വഖഫ് ബോർഡ് ശരിയല്ലെന്നും അത് പിരിച്ചുവിടുകയാണെങ്കിൽ രണ്ട് അമുസ്ലിങ്ങളെ വേണമെങ്കിൽ രണ്ട് RSSകാരെ തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പരിഹരിച്ചു കൊള്ളാമെന്ന ഒരു വിഷയമാണ് അവിടെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ വകുപ്പാണ്, ആ വകുപ്പടക്കമുള്ള അതിനെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ വക്കീൽ പറഞ്ഞിരിക്കുന്ന അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് ഇവരുടെ ന്യായം? ഇതിനൊരു കാരണമുണ്ട്. ഒന്ന്, ഹംസയാണ് ചെയർമാൻ, KS ഹംസ. അദ്ദേഹം ചെയർമാനായ ഒരു ബോർഡ് അവർക്ക് അത്ര തൃപ്തികരമല്ല എന്നുള്ളതൊരു കാര്യം. പിന്നെ സഖാവ് ഉമ്മർ ഫൈസിയാണ് മറ്റൊരാളുള്ളത്. സഖാവ് ഉമ്മർ ഫൈസി അവർ പറയുന്നതല്ല, ഞാൻ പറയുന്നതല്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ബോർഡ് നമുക്ക് പറ്റില്ല എന്ന ഒരു നിലപാടിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മതപരമായ മൂല്യങ്ങൾ എന്തായിരുന്നാലും ശരി, തകർന്നാലും തിരക്കടില്ല, ഹംസയും ഉമ്മർ ഫൈസിയും മാറണം, ബോർഡ് മാറണം. ഷോൺ ജോർജിൻ്റെ കൂടെയുള്ള അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായാലും തിരക്കടില്ല, RSSൻ്റെ കൂടെ കൂടിയാലും തിരക്കടില്ല, എന്തായിരുന്നാലും തിരക്കടില്ല. വഖഫ് ബോർഡ് പറ്റില്ല എന്ന വാദം നോക്കണം. എന്നോട് പത്രക്കാരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടാളെ വെക്കേണ്ടത് വഖഫ് ബോർഡിൻ്റെ കടമയല്ലല്ലോ, അത് സർക്കാരാണ് വെക്കേണ്ടത്. ഈ സർക്കാർ വെക്കാത്തതിനെ വെച്ച് പരിഹരിച്ചാൽ മതി എന്നുള്ളതിന് പകരം ഈ BJPൻ്റെ അല്ലെ RSSൻ്റെ വാദത്തോട് കൂടെ നിന്ന് നിങ്ങൾ തരം താഴേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വരേണ്ടി വന്നല്ലോ, അത് വരണ്ടായിരുന്നല്ലോ, അത് വരാതെ നോക്കാമായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു നോക്കി. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് മതമൂല്യങ്ങൾ എന്തായിരുന്നാലും ശരി, മതത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന പാർട്ടികൾ അത് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. പൊതുജനങ്ങൾ അതിൻ്റെ പിന്നിലുള്ള പൊതുജനങ്ങൾ അത് മനസ്സിലാക്കേണ്ട കാര്യവുമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമായതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഞാനൊന്നും ഇടപെടുന്നില്ല. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ പറയും. ഞാൻ സമസ്തയുടെ ഒരാളാണ്, ഒരു പണ്ഡിതനാണ്. അതോടുകൂടെ തന്നെ ഞാൻ പണ്ഡിത പ്രതിനിധിയല്ല, ഞാൻ മുത്തവല്ലി പ്രതിനിധിയാണ് എന്നുള്ളത് അത് കേസിൽ പറഞ്ഞിട്ടുണ്ട്. മുത്തവല്ലി കോട്ടയിലാണ് ഉമ്മർ ഫൈസി കാര്യത്, ഞാൻ മുത്തവല്ലിയല്ല എന്ന്. അതുകൊണ്ട് ഉമ്മർ ഫൈസിനെ പറ്റൂല. അതുപോലെ ഒരു അലിയുണ്ട്, അഡ്വക്കേറ്റ് അലി, അദ്ദേഹം പണ്ഡിതൻ്റെ കോട്ടയിലാണ് കാര്യത്, പണ്ഡിതനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അളക്കാനുള്ള കോലെന്താ ഇവിടെ? പണ്ഡിതൻ അളക്കാനുള്ള കോലെന്താ ഉള്ളത്? അതൊക്കെ ഉണ്ടെങ്കിലേ അത് പറയാൻ പറ്റുള്ളൂ. മുത്തവല്ലിയാണോ അല്ല എന്നുള്ളത് അതിൻ്റെ കടലാസ് നോക്കിയാൽ അറിയാം. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഏതായിരുന്നാലും ഇങ്ങനെ വളരെ കെണിഞ്ഞ ഇതിൽ കൂടെയാണ് ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തിൻ്റെ കാര്യത്തിൽ എന്താ മദ്യത്തിൻ്റെ നിയമം? മദ്യം കുടിക്കുക. അപ്പം ഇവിടെ മറ്റെന്താണ് തൂഫാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൽ തൂഫാനിൽ ഇത് പെടൂല, മദ്യം പെടൂല എന്നാണ് വിഷയം. കുറഞ്ഞ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഡോസ് ഉണ്ടാക്കുന്ന ഈ ഇത് കുടിച്ചിട്ട് ഇങ്ങനെ ശീലിക്കലാണല്ലോ. അത് ശീലിച്ചിട്ട് പിന്നെന്താക്കാം, മറ്റോടത്തെത്തുമ്പോൾ അവിടെ തൂഫാൻ മതി, ഇവിടെ തൂഫാൻ വേണ്ട എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും അവരുടെ തലയിൽ അവർ വിചാരിക്കാതെ തന്നെ ഓരോ ആപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു നിലപാടിൽ കൂടെയാണ് നമ്മൾ ഈ സർക്കാരിനെയൊക്കെ നമ്മൾ കാണേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.